ജരാതുകൾ തോറും നിത്യോർമയാ ഹലോ ഗൈസ്, ഇന്നൊരു ബർത്ത്ഡേ സർപ്രൈസ് ആയാലോ. ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ഓളാൻസ പഠിക്കുന്നത് മംഗലാപുരത്തും. സോ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയുടെ പുറത്ത് നമ്മൾ വിചാരിച്ച് എന്തായാലും ആടെ ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്നുള്ളത്. ഞാനും ഓൾഡ് ഏജും കൂടിയാണ് ഇന്ന് പോകുന്നത്. ഇതെന്തായാലും ഓൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ചിലപ്പോ ഓള് കരയാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അറിയൂല, നമുക്ക് നല്ല വേഗം പോയിട്ട് കാണാം. അപ്പോ ബൈ. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് അത്യാവശ്യത്തിന് കുറച്ച് ഫോട്ടോസൊക്കെ പ്രിന്റ് എടുക്കാം. കാരണം വിൻറ്റേജ് സ്റ്റൈലിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് പോളോറോയിഡ്സ് ഒക്കെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും വാങ്ങി വേഗം തന്നെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. കാരണം ഇത് ലാസ്റ്റ് മൊമെൻ്റ് ആണ്, ട്രെയിനിൻ്റെ ടൈം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടിപ്പിടിച്ച് ഇവിടെ എത്തി നോക്കുമ്പോൾ സാധാ പോലെ തന്നെ ട്രെയിൻ നല്ല ലേറ്റ് ചെയ്യും. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. എന്താ സുഖം ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, കാരണം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പ്രിന്റ് എടുത്ത് വാങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഹെയർ മെയ്ഡ് ആയിട്ട് അങ്ങ് ചൂടോടെ ഉണ്ടാക്കാം. നമ്മൾ രണ്ടാളും കൂടിയിട്ട് അതിൻ്റെ പരിപാടിക്ക് കടന്നിട്ടുണ്ടേ. അങ്ങനെ കുറച്ചേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ നേരെ മംഗലാപുരം എത്തിയിട്ടുണ്ട്. ഇറങ്ങാൻ നേരത്തെ ഞാൻ മുടിയെല്ലാം ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നേരെ പോയിട്ടുണ്ടായിരുന്നത് ഓട്ടോ സ്റ്റാൻഡിലോട്ടേക്കാണ്. അവിടെ നേച്ചിക്ക് അറിയുന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് നമ്മൾ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലോട്ടേക്കായിരുന്നു. നമ്മളിവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അവളുടെ റൂമിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടത്തേക്ക് ഓളെ ഫ്രണ്ട്സ് ഓളെ കൂട്ടിച്ച് വരും. നമുക്ക് വന്നിട്ട് കാണാം. ഈ ഒരു ടൈമിലല്ലേ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു പീക്ക് ലെവലാണ്. കാരണം കയ്യെല്ലാം ഇങ്ങനെ വിറക്കുന്നു. അങ്ങനെ എന്നെ വിട്ട് കരച്ചില്ല, മുഖം കഴുകിയിട്ടു. സൂര്യ, എങ്ങനെയുണ്ട് എൻ്റെ ബർത്ത്ഡേ? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ? സൂര്യ ഡിസ്റ്റർബൻസ് കൊണ്ട് ചില ആൾക്കാർ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. ഇവളുടെ സൂര്യന്റെ കസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ മാളിൽ വന്നിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. മാൾ ഇവിടെ അടച്ചു പോയതിനെ കൊണ്ട് നമ്മൾ ഇവിടെ ATM യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറ്റിയിട്ടുള്ളത്. കടുനോവാറ്റും തണുപ്പ്
അങ്ങനെ നമുക്ക് അവിടുന്ന് ഫുഡ് കിട്ടാണ്ടായിരുന്നു. നമ്മൾ നേരെ അടുത്ത് ATM യൂസ് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഷോപ്പിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പാഴ്സലായിട്ട് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഓൾഡ് റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ബർത്ത്ഡേ സർപ്രൈസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇതൊക്കെയായിരുന്നു ഈ ഒരു ഡേ നടന്ന കാര്യങ്ങൾ. പിന്നെ അന്ന് നല്ലോണം കിടന്നുറങ്ങിയ ശേഷം പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ നിന്നൊരു വടയും ഇഡ്ഡലിയും ചായയും ഒക്കെയാണ് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. കടൽ ഞാൻ